ഇന്ന് നമുക്ക് ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു പനീർ കോൺ മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് ഒണിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ, കട്ട് ചെയ്ത പനീർ, വേവിച്ച് വെച്ച കോൺ എന്നിവയാണ്. ആദ്യം ഒരു പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ വെജിറ്റബിൾസ് അല്ലാതെ വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി വഴണ്ട ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്തു. പിന്നീട് അതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഞാൻ ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായി കുക്കായ ഈ വെജിറ്റബിളിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെയും ഗരം മസാലയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് ഫ്ലേവറിനായിട്ട് ഞാൻ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും സോസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അവയൊന്ന് നന്നായി മിക്സ് ചെയ്തതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീറും വേവിച്ച് വെച്ചേക്കുന്ന കോണും ഞാൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ദോശ പാൻ എടുത്ത് അതിലേക്ക് അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ദോശ ബാറ്റർ എടുത്ത് നല്ല രീതിയിൽ മസാല ദോശയുടെ പരുവത്തിൽ നല്ല രീതിയിൽ പരത്തി എടുക്കുക. ഇത് നന്നായി പരത്തിയ ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്താൽ ടേസ്റ്റ് നന്നായി വരുന്നതായിരിക്കും. ദോശ ഒന്ന് ചെറുതായി കുക്കായി വരുമ്പോഴത്തേക്ക് ദോശ മറിച്ചിടാൻ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ അധികമുള്ള മാവ് എല്ലാ സ്ഥലത്തുമായി നന്നായി മൊരിഞ്ഞു വരുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ മസാല കോൺ മസാല വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം മസാലയാണോ ദോശയ്ക്കുള്ളിൽ വേണ്ടത് അത്രയും മസാല വെച്ച് കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ദോശയുടെ ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക് നന്നായി ചേർന്ന് വരുന്ന രീതിയിൽ മടക്കി വെച്ച് നന്നായി പ്രസ് ചെയ്ത് ദോശയുടെ രണ്ട് സൈഡും മൊരിച്ചെടുത്താൽ മസാല ദോശ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസും മസാലകളുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോൺ പനീർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും.